സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ എന്നെ അപമാനിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അവഹേളിച്ചുകൊണ്ട് നിരന്തരമായ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂട്യൂബർക്കെതിരെ പരാതി നൽകിയിരുന്നു. യൂട്യൂബർ രാജൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ കൂടെ വീഡിയോ ചെയ്യുന്ന സിബി എന്നൊരാൾക്കുമെതിരെയാണ് പരാതി നൽകിയത്. അതിൽ രാജനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് അടൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അടൂർ പോലീസ് സ്റ്റേഷനിൽ അയാൾ എത്തിയിരുന്നു. അയാളെ ഞാൻ നേരിൽ കണ്ടിരുന്നു. അയാൾക്കെതിരെ ഇപ്പോൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അയാൾ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം 2025 സെപ്റ്റംബർ മാസം മുതൽ നിരന്തരമായിട്ട് ഏകദേശം 25-ലധികം വീഡിയോസ് എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. കേവലം ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു വാചകമോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആ 25 വീഡിയോസും ഏതാണ്ട് 15 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഓരോ വീഡിയോയിലും ഒരുപാട് മോശം വാക്പ്രയോഗങ്ങളിലൂടെ അസഭ്യകരമായിട്ടും ആഭാസകരമായിട്ടുമുള്ള ചിത്രീകരണങ്ങളിലൂടെ അവിഹിത ബന്ധങ്ങളുടെ ഒരു പ്രഹേളിക തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ മോശപ്പെടുത്തിക്കൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന പദത്തിൻ്റെ എല്ലാ നിയമപരമായ ഡെഫിനേഷൻസിനും ഒക്കെ അതീതമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന അയാൾക്കെതിരെയാണ് പരാതി കൊടുത്ത് ഒടുവിൽ നീതി ലഭിച്ചു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താണ് അങ്ങനെ ഒരു പ്രകോപനം അയാളെ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. 2025 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ CPIയുടെ ഭാഗമായിട്ടുള്ളപ്പോൾ തന്നെയാണ് അയാൾ എനിക്കെതിരെ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോഴും ഏറ്റവും അവസാനം ഇന്നലെ വരെയുമുള്ള വീഡിയോകളിൽ അയാൾ ഇത് തന്നെ തുടർന്നിട്ടുണ്ട്. അറസ്റ്റിന് ശേഷം ചെയ്തൊരു വീഡിയോയിലും അയാൾ സമാനമായ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോടുകൂടി തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ശൈലികളുള്ളവർ ഇത്തരത്തിൽ വീഡിയോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ അതിനെ മോശമായിട്ടുള്ള വീഡിയോ ചെയ്തതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ പ്രതികരണങ്ങളും ആ വ്യൂസിലോടും കൂടി അതിലോടുകൂടി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വരുമാനം ലഭിച്ച് അവനവൻ്റെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന വികല ബുദ്ധികൾ സാമൂഹ്യ മാധ്യമങ്ങളെയും യൂട്യൂബ് ചാനലിനെയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ 4-ാം നെടുന്തൂണാണ് മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ആ 4-ാം നെടുന്തൂണുകളിൽ ഒരു യൂട്യൂബ് ചാനലുകൾ നല്ല നിലവാരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളെ പോലെ തന്നെ മുഖ്യധാര യൂട്യൂബ് ചാനലുകളായിട്ട് നിലനിൽക്കുന്ന നല്ല മാധ്യമ പ്രവർത്തന ശൈലിയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വലിയ ചിലവുകളൊന്നുമില്ല, ഒരു മൊബൈൽ ഫോൺ മാസത്തിൽ ഒരു 100 രൂപയുടെ ഇൻ്റർനെറ്റ് റീചാർജിങ് മാത്രം മതി എന്നുള്ളത് കൊണ്ട് മാത്രം അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് 4-ാം നെടുന്തൂണുകളായിട്ടുള്ള മാധ്യമങ്ങൾക്ക് പകരം ഒരു 4-ാം കിട മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ചില യൂട്യൂബേഴ്സ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമപരമായിട്ട് പോകാൻ സാധിക്കുന്നതിൻ്റെ എല്ലാവിധ ഇടങ്ങളിലേക്കും സഞ്ചരിക്കുന്നതായിരിക്കും.